പണ്ട് പണ്ട് ആഫ്രിക്കയിൽ ഡിബാബ എന്നൊരു വേട്ടക്കാരനുണ്ടായിരുന്നു. ഒരിക്കൽ അയാൾ അമ്പും വില്ലുമായി വേട്ടക്കിറങ്ങി. ഒരു മാനിനെ കണ്ടപ്പോൾ ഡിബാബ അതിന് പിന്നാലെ കുതിച്ചു. അപ്പോഴതാ കുറച്ചപ്പുറത്ത് കൂടി ഒരു പുള്ളിപ്പുലിയും മാൻകുട്ടിയെ പിടിക്കാൻ ഒരുങ്ങുന്നു. അടുത്ത നിമിഷം ഒറ്റച്ചാട്ടത്തിന് പുള്ളിപ്പുലി മാൻകുട്ടിയെ പിടിച്ചു. മാൻകുട്ടിയെ എനിക്ക് വേണം, ഞാനാ ഇതിനെ ഓടിച്ചു കൊണ്ടുവന്നത്, ഡിബാബ പറഞ്ഞു. പറ്റില്ല, മാൻകുട്ടിയെ ഞാനാ ചാടിപ്പിടിച്ചത്, പുള്ളിപ്പുലി പറഞ്ഞു. എൻ്റെ മക്കൾ വീട്ടിൽ വിശന്നിരിക്കുകയാ, ഡിബാബ പറഞ്ഞു. എൻ്റെ മക്കളും വിശന്നിരിക്കുകയാ, ഈ മാൻകുട്ടി അവർക്കുള്ളതാ, പുള്ളിപ്പുലി പറഞ്ഞു. പക്ഷേ എൻ്റെ മക്കളുടെ കാര്യം എനിക്ക് നോക്കിയല്ലേ പറ്റൂ, ഡിബാബ പറഞ്ഞു. എനിക്കും എൻ്റെ മക്കളുടെ കാര്യം നോക്കിയേ പറ്റൂ, പുള്ളിപ്പുലിയും പറഞ്ഞു. ആ തർക്കം അങ്ങനെ നീണ്ടുപോയി. അപ്പോഴാണ് ഒരു കുരങ്ങൻ അവിടെ എത്തിയത്. ഡിബാബ ചോദിച്ചു, പറയൂ കുരങ്ങച്ച, ഈ മാൻകുട്ടി എനിക്ക് അവകാശപ്പെട്ടതല്ലേ? പുള്ളിപ്പുലിയും ചോദിച്ചു, പറയൂ, ഈ മാൻകുട്ടി എനിക്കല്ലേ അവകാശപ്പെട്ടത്? കുരങ്ങൻ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളോട് കൂടുതൽ സ്നേഹം ആർക്കാണ്, അവർക്ക് അവകാശപ്പെട്ടതാണ് ഈ മാൻ. ആർക്കാണ് കൂടുതൽ സ്നേഹം എന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും, ഡിബാബ ചോദിച്ചു. വഴിയുണ്ട്, കുരങ്ങൻ പറഞ്ഞു. എന്നിട്ട് ഡിബാബയെ രഹസ്യമായി അടുത്തു വിളിച്ചു. നിങ്ങൾ ഈ പുള്ളിപ്പുലിയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവരണം, കുരങ്ങൻ പറഞ്ഞു. ഡിബാബ വേഗം പുറപ്പെട്ടു. അപ്പോൾ കുരങ്ങൻ പുള്ളിപ്പുലിയുടെ അടുത്ത് ചെന്ന് രഹസ്യമായി പറഞ്ഞു, നീ ആ വേട്ടക്കാരൻ്റെ മകനെ തട്ടിക്കൊണ്ടുവരണം, മാൻകുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം. അത് കേട്ട് പുള്ളിപ്പുലിയും പോയി. അല്പം കഴിഞ്ഞ് ഡിബാബ പുള്ളിപ്പുലിയുടെ കുഞ്ഞിനെ കൊണ്ടുവന്നു. എന്നിട്ട് ഒരു കുട്ടയ്ക്കടിയിൽ ഒളിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴതാ പുള്ളിപ്പുലി ഡിബാബയുടെ മകനെയും കൊണ്ടുവരുന്നു. അത് കണ്ട് ഡിബാബ ഞെട്ടിപ്പോയി. അയാൾ പുള്ളിപ്പുലിയുടെ നേരെ ചാടി വീണു. സ്വന്തം ജീവനെക്കുറിച്ച് പോലും മറന്ന് അയാൾ പുലിയുമായി മൽപ്പിടുത്തം നടത്തി. എന്നിട്ട് മകനെ മോചിപ്പിച്ചു. അപ്പോഴതാ കുട്ടക്കടിയിൽ നിന്ന് കുഞ്ഞു പുലിയുടെ ശബ്ദം. അത് കേട്ട് പുള്ളിപ്പുലി ചീറിക്കൊണ്ട് ഡിബാബയുടെ നേരെ ചാടി. അയാളുടെ കയ്യിലെ ആയുധങ്ങളെ ഒന്നും വകവയ്ക്കാതെ പുലി ഡിബാബയുമായി ഏറ്റുമുട്ടി. എന്നിട്ട് കുഞ്ഞിനെ കടിച്ചെടുത്ത് തൻ്റെ അടുത്ത് കിടത്തി. ഇനി പറയൂ, ആർക്കാണ് കുഞ്ഞിനോട് കൂടുതൽ സ്നേഹം? ഡിബാബയും പുള്ളിപ്പുലിയും ഒരുമിച്ച് കുരങ്ങനോട് ചോദിച്ചു. കുരങ്ങൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അതാ ഒരു ശബ്ദം. മാൻകുട്ടി അപകടത്തിൽപ്പെട്ട വിവരമറിഞ്ഞ് അവൻ്റെ അമ്മ കുതിച്ചോടി വരികയാണ്. ഒറ്റ നിമിഷം കൊണ്ട് അമ്മ മാൻ പുള്ളിപ്പുലിയെയും ഡിബാബയെയും കുരങ്ങനെയും തൊഴിച്ചു തെറിപ്പിച്ചു. പിന്നെ ചവിട്ടിയും തൊഴിച്ചും ആക്രമണം തുടങ്ങി. ഡിബാബയ്ക്കും പുള്ളിപ്പുലിക്കും അനങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയായി. മാൻകുട്ടി ആവട്ടെ അമ്മയുടെ കൂടെ ഓടിപ്പോവുകയും ചെയ്തു. അപ്പോൾ കുരങ്ങൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആർക്കാണ് കുഞ്ഞിനോട് കൂടുതൽ സ്നേഹമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ?